ഹലോ ഹായ്, ഞാൻ ഇന്നിവിടെ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സവോള ഞാൻ നേരത്തെ വഴറ്റി വെച്ചതായിരുന്നു, അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് അതവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ടൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അതിന് ശേഷം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം. അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കണം. അതിന് ശേഷം നമ്മൾ 3 മുട്ട എടുത്ത് ഒന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് കശക്കിയെടുക്കുക. അതിന് ശേഷം അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന പത്തിരി എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് മുക്കിയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് മുട്ട അതിൻ്റെ പുറത്തോട്ട് കോരി ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയെടുത്ത് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ച് ചെയ്ത് എടുക്കുക. അങ്ങനെ 5 എണ്ണമാണ് ഞാൻ പുറത്ത് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പാനിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മിച്ചം വന്ന ആ മുട്ട നമ്മൾ ആ പത്തിരിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ മിച്ചം വന്നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കണം. നമ്മുടെ ചട്ടിപ്പത്തിരി ശരിയായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മുറിച്ച് നോക്കാം. നല്ല